ഈ ഒരു പ്രവർത്തനത്തിൽ ഞാനും പങ്കാളിയാകുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം. ട്യൂഷൻ എടുക്കുന്ന സാധാരണപ്പെട്ട കുട്ടികളുണ്ടോ? അവർക്ക് കൊടുക്കുമോ ഈ ബുക്ക്? ഈ ബുക്ക് അവർക്ക് കൊടുക്കാവുള്ളൂ. ഓക്കെ, പിടിച്ചോ. ഇവരുടെ കയ്യിൽ നിന്ന് ഒരു നോട്ട്ബുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളൊരു കുടുംബത്തെ സഹായിക്കുകയും കൂടിയാണ്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി വള്ളിക്കാവ് സെൻറ്റ് ജോർജ് ദേവാലയത്തിൻ്റെ മുമ്പിലാണ്. അപ്പം ഇവരുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ നോട്ട്ബുക്കുകളുണ്ട്. ഈ നോട്ട്ബുക്കുകൾ എന്ന് പറയുമ്പം ഒരു സഹപാഠിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഇന്നിവിടെ വിൽക്കുന്നത്, ഒരു ജപ്തിയിൽ നിന്നും തടയാൻ വേണ്ടി. അപ്പോൾ അവരുടെ ആ ഒരു പ്രവർത്തനത്തിൽ ഞാനും കൂടി പങ്കാളിയാകുകയാണ്. ഈ നോട്ട്ബുക്ക് വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? നമ്മളൊരു 10 ദിവസമായിട്ട് നോട്ട്ബുക്ക് വിതരണം ചെയ്യുന്നുണ്ട്. 10 ദിവസമായിട്ട് പല ഭാഗങ്ങളിൽ പോയാണ് ചെയ്യുന്നത്. ആണ്. ഇന്ന് നമ്മളിവിടെ പള്ളി പെരുന്നാളാണല്ലേ? അതെ. ഈ കറക്റ്റ് സ്ഥലം ഏതാണ്? ഇത് ക്ലാപ്പന, കൊല്ലം ജില്ലയിൽ ക്ലാപ്പന പഞ്ചായത്തിലെ സെയിൻറ്റ് ജോർജ് ദേവാലയമാണ്. നമ്മൾ ഇങ്ങനെ ഈ നോട്ട്ബുക്ക് വിൽക്കാനായിട്ടുള്ള കാരണം എന്താണ്? ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയുടെ വീട് ജപ്തി നടപടി ആയിരിക്കുകയാണ്. അപ്പം കുട്ടിയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ല, നമ്മൾ വീഡിയോയിൽ വരുന്നില്ല, വെളിപ്പെടുത്തുന്നില്ല, കുട്ടിയെ കൊണ്ടുവരുന്നില്ല. നമ്മളെയൊക്കെ പോലെ തന്നെ നല്ല നിലയിൽ ജീവിച്ചു വന്ന കുടുംബമാണ്. പെട്ടെന്ന് അവന്റെ അച്ഛന് വിദേശത്ത് ജോലിയായിരുന്നു. അവിടെ വെച്ച് ഹാർട്ടിന് അസുഖം ഉണ്ടായി, അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടു, കിടപ്പായി പോയി. ഇവനൊരു സഹോദരി ഉണ്ട്. പിന്നെ അമ്മ കൂലിപ്പണി ചെയ്തിട്ടാണ് ഇപ്പോൾ അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് എടുത്ത ചെറിയ ലോണുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അടയ്ക്കാൻ പറ്റാതെയാണ് വീട് ജപ്തിയിലേക്ക് പോയത്. ഒരു 5 ലക്ഷം രൂപ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ജപ്തി ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു 5 ലക്ഷം രൂപ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെന്ന ഉറപ്പിലാണ് നിങ്ങൾ ഈ നോട്ട്